രാവിലെ തേങ്ങ ഉടക്കുന്ന ടൈമിൽ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ സന്തോഷത്തിന് വേറൊന്നും വേണ്ട കേട്ടോ. അത് മാത്രം കിട്ടിയത് എനിക്കാണെങ്കിലും കഴിച്ചത് ഇവരാണ് കേട്ടോ. ഫാദിക്കുട്ടി മദ്രസയിൽ പോയതുകൊണ്ട് അവനക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നും സ്കൂൾക്ക് അങ്ങോട്ട് പോകാൻ നേരത്ത് ഭയങ്കര മഴയായിരിക്കും കേട്ടോ. അങ്ങനെ ദാ കുഞ്ഞാക്കുന്ന അവനെ കൊണ്ടുപോയേക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഫാദിക്കുട്ടിനെ കൊണ്ടുവരാൻ. രാവിലെ ശരിക്കും ഒരു യുദ്ധം തന്നെ പറയലേ. അതിന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും തോന്നൂല കേട്ടോ. ശരിക്കും വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നാറില്ല. പിന്നെ ഒരു യുദ്ധം തന്നെയാണ് കേട്ടോ. അവർ പോകുന്നതിന് മുന്നേയും അവർ പോയി കഴിഞ്ഞാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് സെറ്റ് ചെയ്യാനായി. അപ്പോഴേക്ക് അതിൻ്റെ ഇടയ്ക്ക് കടിക്കോണം, കുഞ്ഞാക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. ഇതന്നെയാണ് ഇപ്പോൾ ഡെയിലി പരിപാടി. അതൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നാമത് ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല, പിന്നെ ടൈമും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നമ്മളോട് ഒഴിവാക്കാറാണ്. അപ്പം എൻ്റെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഉമ്മക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദിക്കുട്ടി എന്തായാലും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉമ്മ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന ടൈമിൽ എന്തായാലും എന്നെ കൊണ്ടുവരാൻ വരണം, കാരണം കുഞ്ഞ് വരുന്ന ടൈമിൽ ഞാൻ അവിടെ വേണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മമ്മി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ വീട്ടിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് അവിടെ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്ക് ഇതാ ഫാദിക്കുട്ടി പോയി ഉമ്മാൻ്റെ കയ്യിലുള്ള കവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പോൾ ഒറ്റയ്ക്ക് നടന്ന് വരികയല്ലേ, ഇത് താങ്ങി വരണ്ടേ, ഞാൻ പോയി ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാ ഈ ഒരു വരവ്. അപ്പോഴേക്ക് ഇതാ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയും കൊണ്ടുവരാൻ വരണം. അപ്പോൾ പിന്നെ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതാ അവനെയും കൂടെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇൻസൈഡ് ആണെങ്കിലും വരുമ്പോൾ രണ്ടുപേരും ഔട്ട് സൈഡ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഷർട്ടും ബെൽറ്റും കാര്യങ്ങളൊന്നും പിന്നെ കാണാൻ തന്നെ ഉണ്ടാവും. വരുമ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവരാറുള്ളത് മത്തൻ്റെ ഇലയാണ്. അപ്പോൾ അത് മസ്റ്റായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മുട്ടപ്പഴം കൂടെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ എഗ് ഫ്രൂട്ട്. ചിലവർക്ക് ഇതിൻ്റെ ചൊവയും സ്മെല്ലൊന്നും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുഞ്ഞാക്കാക്കും ഇഷ്ടമാണ്, സച്ചോക്കും ഫാദിക്കും അത്ര വലിയ താല്പര്യമില്ല. ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും വീട് പണി എന്തായി നമുക്കൊന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അധികം അങ്ങനെയാണ്. ആര് വന്നു കഴിഞ്ഞാലും നമ്മളൊന്ന് വീട് വരെ പോയിട്ട് സന്ദർശിച്ചിട്ടൊക്കെ വരും. ഇപ്പം അമ്മ വന്നപ്പോൾ ഏകദേശം തേപ്പൊക്കെ നമ്മളിത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ തേപ്പൊക്കെ എവിടെയായി, നമുക്ക് നനയ്ക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പം അത്യാവശ്യം പുറത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് നല്ലപോലെ പെയ്യുന്നുണ്ട്. മഴ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ തേച്ചൊന്നും നനയൂലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നനയ്ക്കണം കേട്ടോ. ചിലർ പറയാറുണ്ട് മഴക്കാലത്ത് നനയ്ക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്, എന്താ അപ്പോൾ നമുക്ക് വല്ലാണ്ട് നനയ്ക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഉള്ളിലുള്ള ഈ ഒരു സംഭവം, അതുപോലെ ഈ ഒരു സൺഷെയ്ഡിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ നനയ്ക്കന്നെ വേണം. അത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളൊരു കുളി പാസ്സാക്കണം, കാരണം ഫുൾ സിമെൻറ്റ് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കാലിലും മേലൊക്കെ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ 3 കഴിഞ്ഞു. ഒന്നും പിന്നെ പറയാനൊന്നുമില്ല കേട്ടോ. ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് പഴയകാല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നും അത് തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് പറയാം കേട്ടോ.